അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുത്തത് 51-ാമത്തെ കിതാബാണ്. സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കിതാബ്. അതിൻ്റെ മഹത്വം, സമ്മാനങ്ങൾ കൊടുത്താലുള്ള മഹത്വം, അത് ഉദ്ബോധിപ്പിക്കുന്നതിൻ്റെ മഹത്വം, അതായത് സമ്മാനങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കിതാബുൽ ഹിബത്തി വ ഫദ്ലിഹ വൽ തഹ്രീദി അലിഹ. സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ മഹത്വം, ഫദ്ലുൽ ഹിബത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലയോ മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾ ഒരിക്കലും കുറവായി അല്ലെങ്കിൽ ചെറുതായി കാണരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസി ആയ സഹോദരി സ്ത്രീ അയച്ചു തന്ന സമ്മാനങ്ങളെ. അത് ഇറച്ചിയില്ലാത്ത ആടിൻ്റെ കാല് ആണെങ്കിൽ പോലും, അത്ര കുറഞ്ഞ സാധനമാണെങ്കിൽ പോലും, അതായത് അവരുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞതായി കണ്ടിരുന്ന ഒരു വസ്തുവാണ് തീരെ ഇറച്ചിയില്ലാത്ത കാലിൻ്റെ എല്ല്. അപ്പോൾ അതാണെങ്കിൽ പോലും അതൊരു കുറവായി കാണരുത്. കാരണം സമ്മാനമായിട്ട് തന്നിരിക്കുന്നത് സമ്മാനമാണ്, അതിനെ അങ്ങനെ വലുതായി തന്നെയാണ് കാണേണ്ടത്. അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യാ നിസാ അൽ മുസ്ലിമാത്തി ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹ വലൗ ഫിർസിന ഷാത്തിൻ. ഉർവ വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞു, അല്ലയോ എൻ്റെ മരുമക, താങ്കളുടെ മോനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഞങ്ങൾ ചന്ദ്രക്കല കാണാറുണ്ടായിരുന്നു. അതായത് മാസപ്പിറവിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. ഞങ്ങൾ 2 മാസത്തിൽ 3 ചന്ദ്രക്കലകൾ കണ്ടു. അതായത് 3 മാസമായി, 3 മാസം പിറന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് 2 മാസത്തോളം അടുപ്പിൽ തീ പുകയാത്ത അത്രയധികം പട്ടിണിയും ദാരിദ്ര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ എൻ്റെ അമ്മായി, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിച്ചത്? ആയിഷ പറഞ്ഞു, 2 കറുത്ത സാധനങ്ങൾ, ഈന്തപ്പഴവും വെള്ളവും. ഞങ്ങളുടെ അൻസാരികളായ സഹോദരങ്ങൾ അല്ലെങ്കിൽ അയൽവക്കക്കാർ, അവർക്ക് കുറച്ച് മനാഹ് ഉണ്ടായിരുന്നു. അത് മനീഹ എന്ന് പറയുന്നതിൻ്റെ ബഹുവചനമാണ്. അതായത് പെണ്ണൊട്ടകത്തിന് കുറച്ച് നാളത്തേക്ക് സമ്മാനമായി കൊടുക്കുക. അതായത് അതിൻ്റെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അത് താൽക്കാലികമായിട്ടാണ്. അത് കഴിയുമ്പോൾ അത് തിരിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പാലൊക്കെ എടുത്ത് കുടിക്കുക. അപ്പോൾ ദരിദ്രം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഉള്ളവർ ഇല്ലാത്തവർക്ക് ഒട്ടകത്തിനെ അല്ലെങ്കിൽ ആടിനെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. വാടക പോലെ പൈസ ഒന്നും മേടിക്കില്ല. അവരതിൻ്റെ പാൽ ഉപയോഗിച്ച് ജീവിക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു തരുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു തരുന്നു. അതിനെയാണ് മനാഹ എന്ന് പറയുന്നത്. അങ്ങനെ അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാല് കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അത് കുടിക്കാറുണ്ടായിരുന്നു. സദക്കയല്ല, നമ്മൾ സമ്മാനം, അതായത് ഹദിയ, ഹിബ എന്ന് പറയുന്ന ഇത് വാക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ കിതാബിലാണ് ഉള്ളത്. അപ്പോൾ നബിക്ക് അത് കുടിക്കാം. عن عروة أن عائشة رضي الله عنها أنها قالت لعروة ابن أختي إن كنا لننظر إلى الهلال ثم الهلال 3 أهلة في الشهرين وما أوقدت في أبيات رسول الله صلى الله عليه وسلم نار فقلت يا خالة ما كان يعيشكم قالت الأسودان التمر والماء إلا أنه قد كان لرسول الله صلى الله عليه وسلم جيران من الأنصار كانت لهم مناعه وكانوا يمنحون رسول الله صلى الله عليه وسلم من ألبانهم فيسقينا. വളരെ കുറച്ച് സമ്മാനമായി കൊടുക്കുന്നത്, അതായത് നിസ്സാരമായ സമ്മാനങ്ങൾ. അൽ ഖലീലി മിനൽ ഹിബത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ എന്നെ വിളിച്ചാൽ ആ വിളി സ്വീകരിക്കും. ആടിൻ്റെ കാല് അല്ലെങ്കിൽ പേണിയായിരിക്കും ഉദ്ദേശിക്കുന്നത്, പാദം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ആഹാരത്തിനാണെങ്കിൽ പോലും എന്നെ വിളിച്ചാൽ ഞാൻ പോവും. എനിക്ക് സമ്മാനമായി ആരെങ്കിലും തന്നാൽ അത് ഞാൻ സ്വീകരിക്കും. അത് ഒരു കാലോ അതല്ലെങ്കിൽ അതിൻ്റെ പേണിയോ ആടിൻ്റെ പേണിയോ ആണെങ്കിലും സ്വീകരിക്കും. അതായത് അത്രയും ചെറിയ കാര്യമാണെങ്കിലും സമ്മാനം അല്ലെങ്കിൽ സദ്യക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ ആഹാരത്തിന് വിളിച്ചാൽ പോകണം. സമ്മാനം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കണം. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لو دعيت إلى ذراع أو كراع لأجبت ولو أهدي إلي ذراع أو كراع لقبلت. ആരെങ്കിലും ഒരാൾ അവരുടെ കൂട്ടുകാരോട് സമ്മാനം തരാൻ ആവശ്യപ്പെട്ടാൽ, മനിസ്തൗഹബ മിൻ അസ്ഹാബിഹി ഷൈഅ. അബൂ സഈദ് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്,
എനിക്കൊരു വീതം താ നിങ്ങളുടെ ഒപ്പം തന്നെ എന്ന്. അപ്പോൾ അതായത് ഒരു സാധനമോ സമ്മാനമോ വീതമായി ചോദിക്കുന്നത്. വഖാല അബൂ സഈദിൻ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്രിബൂലി മഅക്കും സഹ്മ. സഹ്ൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ അയച്ചു. മുഹാജിർ സ്ത്രീകളിൽപ്പെട്ടവരായിരുന്നു, അതായത് മക്കയിൽ നിന്ന് വന്നവർ. ആ സ്ത്രീക്ക് ഒരു അടിമ ഉണ്ടായിരുന്നു, മരപ്പണിക്കാരനായ അടിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവരുടെ അടിമയെ കൊണ്ട് ഒരു മിമ്പർ ഉണ്ടാക്കിത്തരാൻ. മരം കൊണ്ട് ഒരു സ്റ്റൂൾ പോലെ കസേര പോലെ എന്തെങ്കിലും ഉണ്ടാക്കി മിമ്പർ. അവിടെ പള്ളിയിൽ മിമ്പർ ഇല്ല അതിനു മുമ്പ്, മദീന പള്ളിയിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവളുടെ അടിമയോട് പറഞ്ഞ് മരം മുറിച്ച്, താമരിസ്ക് എന്ന് പറയുന്ന അവിടെ ഉള്ളൊരു തരം മരമാണ്, അത് മുറിച്ച് ഒരു മിമ്പർ ഉണ്ടാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ അങ്ങനെ ആ പണി തീർത്തപ്പോൾ, മിമ്പർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു പണി കഴിഞ്ഞിരിക്കുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ സാധനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവരത് കൊണ്ടുവന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്ത് ഉയർത്തി, എന്നിട്ടത് നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലത്ത് വെച്ചു. അപ്പോൾ അതായത് ഇപ്പം മെമ്പർ ഇരിക്കുന്ന അതേ സ്ഥലമായിരിക്കും മദീന പള്ളിയിലെ. عن سهل رضي الله عنه أن النبي صلى الله عليه وسلم أرسل إلى امرأة من المهاجرين وكان لها غلام نجار قال لها مري عبدك فليعمل لنا أعواد المنبر فأمرت عبدها فذهب فقطع من الطرفاء فصنع له منبرا فلما قضاه أرسلت إلى النبي صلى الله عليه وسلم أنه قد قضاه قال صلى الله عليه وسلم أرسلي به إلي فجاءوا به فاحتمله النبي صلى الله عليه وسلم فوضعه حيث ترون. അബ്ദുല്ലാഹ് ഇബ്നു ഖതാദ അൽ അസ്ലമി വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഒരു ദിവസം ഞാൻ റസൂലിൻ്റെ കുറച്ച് സഹാബാക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. മക്കയിലേക്കുള്ള യാത്രയിൽ ആയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇഹ്റാമിൽ ആയിരുന്നു. ഞാൻ മാത്രം മുഹരിം ആയിരുന്നില്ല, ഇത് ഇഹ്റാം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതെല്ലാം വേട്ടയാടുന്നതിൻ്റെ കിതാബിൽ പഠിച്ചതാണ്. അപ്പോൾ അവർ ഒരു കാട്ടുകഴുതയോ എന്തോ കണ്ടു. ഞാൻ എൻ്റെ ചെരുപ്പ് നന്നാക്കുന്ന തിരക്കിലായിരുന്നു. എന്തെങ്കിലും പൊട്ടിപ്പോവുക എന്തെങ്കിലും ചെയ്തിട്ട് അത് നന്നാക്കുമായിരിക്കും. അവർ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞില്ല, പക്ഷെ അവരാഗ്രഹിച്ചു ഞാനത് കണ്ടിരുന്നു എങ്കിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ അതിനെ കണ്ടു. ഞാൻ എൻ്റെ കുതിരയുടെ അടുത്തേക്ക് പോയി. കുതിരയുടെ പുറത്ത് ഇരിക്കാനുള്ള സാധനമൊക്കെ ഫിറ്റ് ചെയ്തു. അതിനെ ഓടിച്ചു പോയി. പക്ഷെ കുന്തവും ചാട്ടയും എടുക്കാൻ മറന്നുപോയി. അവരോട് ചോദിച്ചു, അത് എടുത്തു തരാമോ എന്ന് ചോദിച്ചു. കുതിരപ്പുറത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കുന്തവും ചാട്ടയും എടുത്തു തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല, അള്ളാഹുവാണ്, ഞങ്ങളത് ചെയ്യില്ല. കാരണം ഞങ്ങൾ ഇഹ്റാമിലാണ്. ഒരു രീതിയിലും നിങ്ങളെ വേട്ടയാടാൻ ഞങ്ങൾ സഹായിക്കുകയില്ല. ഇഹ്റാമിലുള്ളവർക്ക് വേട്ടയാടാൻ പാടില്ല, വേട്ടയാടാൻ സഹായിക്കാനും പാടില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി 2 സാധനങ്ങൾ എടുത്തു. എന്നിട്ട് വീണ്ടും കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോയി. ഞാൻ ആ കാട്ടുകഴുതയെ വേട്ടയാടി പിടിച്ചുകൊണ്ട് കൊന്ന് അതിനെ കൊണ്ടുവന്നു. അപ്പോൾ അവരെല്ലാവരും അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ആഹാരം ഉണ്ടാക്കി വേവിച്ച് തിന്നാൻ തുടങ്ങി. പിന്നെ അവർക്കൊരു സംശയം വന്നു, ഇത് വേട്ടയാടിയതായതുകൊണ്ട് തിന്നാമോ എന്ന്. കാരണം അവർ ഇഹ്റാമിൽ ആണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. അതിൻ്റെ മുൻ കൈകൾ ഒന്ന് എൻ്റെ കയ്യിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഈ സംഭവത്തിനെ പറ്റി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിൽ നിന്നുള്ള എന്തെങ്കിലും ബാക്കി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉവ്വ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് നല്ല ഇറച്ചിയുള്ള മുൻകൈ ഒരെണ്ണം കൊടുത്തു. അദ്ദേഹം അത് മുഴുവൻ കഴിച്ചു. അദ്ദേഹം അപ്പോൾ ഇഹ്റാമിൽ ആയിരുന്നു. അതായത് ഒരു സഹായവും ചെയ്യാത്തവർക്ക് കഴിക്കാമെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു രീതിയിലും വേട്ടയാടാൻ സഹായിക്കാൻ പാടില്ല. പക്ഷേ അത് ഇറച്ചി എന്നുള്ള രീതിയിൽ അത് കഴിക്കാവുന്നതാണ്. عن عبد الله بن أبي قتادة السلمي عن أبيه رضي الله عنه قال كنت يوما جالسا مع رجال من أصحاب النبي صلى الله عليه وسلم في منزل في طريق مكة ورسول الله صلى الله عليه وسلم نازل أمامنا والقوم محرمون وأنا غير محرم فأبصروا حمارا وحشيا وأنا مشغول أخصف نعلي فلم يؤذنوني به وأحبوا لو أني أبصرته فالتفت فأبصرته فقمت إلى الفرس
فأسرجت ثم ركبت ونسيت الصوت والرمح فقلت لهم ناولوني الصوت والرمح فقالوا لا والله لا نعينك عليه بشيء فغضبت فنزلت فأخذتهما ثم ركبت فشددت على الحمار فعقرته ثم جئت به وقد مات فوقعوا فيه يأكلونه ثم إنهم شكوا في أكلهم إياه وهم حرم فرحنا وخبأت الغضوض معي فأدركنا رسول الله صلى الله عليه وسلم فسألناه عن ذلك فقال معكم منه شيء فقلت نعم فناولته الغضوض فأكلها حتى نفذها وهو محرم فحدثني به زيد بن أسلم عن عطاء بن ياسر عن أبي قتادة عن النبي صلى الله عليه وسلم. ആരെങ്കിലും ഒരാൾ മറ്റുള്ളവരോട് വെള്ളം ചോദിച്ചാൽ മനിസ്തസ്ഖി വഖാല സഹലുൻ ഖാല ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഖിനി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സന്ദർശിച്ചു. ഈ വീട്ടിലാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുടിക്കാൻ എന്തെങ്കിലും ചോദിച്ചു. ഞങ്ങളുടെ ഒരാടിനെ കറന്നു, അതിൽ കുറച്ച് വെള്ളം ചേർത്തു. ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ചേർത്തത്, ഞങ്ങളുടെ കിണറ്റിൽ നിന്നുള്ള. അദ്ദേഹത്തിന് അത് കൊടുത്തു. അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തിരിക്കുന്നുണ്ടായിരുന്നു, ഉമർ അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു നാട്ടിൻപുറത്തുകാരനായ ആട്ടിടയൻ വലതുവശത്തിരിക്കുന്നുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ ഉമർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദേ അബൂബക്കർ തൊട്ടടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുണ്ടായിരുന്ന പാല് വലതുവശത്തിരുന്ന നാട്ടിൻപുറത്തുകാരനായ ആട്ടിടയനാണ് കൊടുത്തത്. എന്നിട്ട് 2 പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ വലതുവശത്തുള്ള ആൾ, അതുകൊണ്ട് നിങ്ങൾ വലതുവശത്തു കൂടി തുടങ്ങുക. അനസ് കൂട്ടിച്ചേർക്കുന്നു, അതുകൊണ്ട് അത് പ്രവാചകൻ്റെ ചര്യയാകുന്നു, അല്ലെങ്കിൽ സുന്നത്താകുന്നു. അദ്ദേഹം അത് 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്യുമ്പോൾ, ആഹാര സാധനങ്ങൾ പാസ് ചെയ്യുമ്പോൾ വലതുവശത്തേക്കാണ് പാസ് ചെയ്യേണ്ടത്. സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു യഖൂലു അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാരിനാ ഹാദിഹി ഫസ്തസ്ഖി ഫഹലബ്നാ ലഹു ശാതൻ ലനാ ثم شبته من ماء بئرنا هذه فأعطيته وأبو بكر عن يساره وعمر تجاهد وأعرابي عن يمينه فلما فرغ قال عمر هذا أبو بكر فأعطى الأعرابي فضله ثم قال لأيمنون الأيمنون إلى فيمنوا قال أنس فهي سنة 3 مرة. വേട്ടയാടിയ മൃഗത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മൃഗത്തിനെ സമ്മാനമായി സ്വീകരിക്കുന്നു. ഫഖുബുലി ഹദിയത്തി സ്വൈദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഇറച്ചിയുള്ള ഒരു മുൻകാല് ഒരു വേട്ടമൃഗത്തിൻ്റെ അബൂ ഖതാദയിൽ നിന്ന് സ്വീകരിച്ചു. വഖബില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബി ഖതാദത ഉദുദ സ്വൈദ്. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ ഒരു മുയലിനെ ശല്യം ചെയ്തു, അല്ലെങ്കിൽ ഓടിച്ചു. മറ സഹ്റാൻ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അവസാനം അതെടുത്ത് ചാടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അത് ക്ഷീണിച്ചു. ഞാനതിനെ കീഴടക്കി പിടിച്ചു. എന്നിട്ട് അബൂതൽഹയ്ക്ക് കൊടുത്തു. അബൂതൽഹ അറുത്തു. അതിൻ്റെ ഒരു കാലോ പുറകിലത്തെ കാല് എളി, അതല്ലെങ്കിൽ 2 കാലുകളുമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അയച്ചു കൊടുത്തു. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർ ഉറപ്പായിട്ടും പറയുന്നു അദ്ദേഹം 2 പിൻകാലുകളാണ് അയച്ചത് എന്ന് മുയലിൻ്റെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. റിപ്പോർട്ടർമാരിൽ ഒരാൾ അനസിനോട് ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചോ എന്ന്. അനസ് മറുപടി പറഞ്ഞു, അദ്ദേഹം അത് കഴിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ഖാല അൻഫജ്നാ അർനബൻ ബിമർരി الظهراني فسال قوم فلغبوا فأدركتها فأخذتها فأتيت بها أبا طلحة فذبحها وبعث إلى رسول الله صلى الله عليه وسلم بوركها أو فخذيها قال فخذيها لا شك فيه فقبله قلت وأكل منه قال وأكل منه ثم قال بعد قبله. സമ്മാനം സ്വീകരിക്കുന്നത് ഖബൂലിൽ ഹദിയത്തി. അസ്സാബ് ബിൻ സമാമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു കാട്ടുകുതിര അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. അൽ അബുവ അതല്ലെങ്കിൽ വദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കൊടുത്തത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. കൊടുക്കുന്ന ആളുടെ മുഖത്ത് എന്തോ കഷ്ടപ്പാടുകൾ കാണുന്നുണ്ടായിരുന്നു, അതിലൊരു സങ്കടം കാണുന്നുണ്ടായിരുന്നു. വെച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ സമ്മാനം നിരസിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ഇഹ്റാമിൽ ആണ്.
ഇഹ്റാമിൽ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സമ്മാനം സ്വീകരിക്കുമായിരുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയുന്നു. عن الصعبي بن جثامة رضي الله عنهم أنه أهدى لرسول الله صلى الله عليه وسلم حمارا وحشيا وهو بالأبواء أو بودان فرد عليه فلما رأى ما في وجهه قال أما إنا لم نرده عليك إلى أن حرما. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.